ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചാപ്റ്റർ 4 റിഡോക്സ് റിയാക്ഷനിലെ റിഡോക്സ് പ്രവർത്തനങ്ങളെ ലെറ്റസ് അസസ് വിലയിരുത്താനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമുക്കൊരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ സമീകരിക്കാത്ത സമവാക്യം തന്നിട്ടുണ്ട്. N2+H2 gives NH3. അമോണിയ ഫോം ചെയ്യുന്നത് നൈട്രജൻ ഹൈഡ്രജൻ സംയോജിച്ച്. അപ്പോൾ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ബാലൻസ് ചെയ്യാനാണ്, സമീകരിക്കാനാണ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും റിയാക്റ്റൻ സൈഡ് പ്രൊഡക്റ്റ് സൈഡ് അല്ലെങ്കിൽ അഭികാര്യങ്ങൾ സൈഡിലും ഉൽപ്പന്നങ്ങൾ സൈഡിലുള്ള ഒരേപോലത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം എടുത്തെഴുതാൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു 28 ഗ്രാം നൈട്രജന് 6 ഗ്രാം ഹൈഡ്രജൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ സംയോജിക്കുമ്പോൾ കിട്ടുന്ന അമോണിയയ്ക്ക് ഉള്ള മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ N2+H2 gives NH3 എന്നാണ്. അപ്പോൾ അഭികാര്യങ്ങളുടെ സൈഡ് റിയാക്റ്റൻ സൈഡിൽ നൈട്രജൻ്റെ എണ്ണം 2, ഹൈഡ്രജൻ്റെ എണ്ണം 2. പ്രൊഡക്റ്റ് സൈഡിലും ഉൽപ്പന്നങ്ങളുടെ സൈഡിലും നൈട്രജൻ്റെ എണ്ണം 1, ഹൈഡ്രജൻ്റെ എണ്ണം 3. അപ്പോൾ ഇവിടെ നൈട്രജൻ്റെ എണ്ണം 2 ആക്കണമല്ലോ. അഭികാര്യങ്ങളുടെ സൈഡിൽ നൈട്രജൻ്റെ എണ്ണം 2 ആണ്. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിൽ നൈട്രജൻ്റെ എണ്ണം 2 ആക്കാൻ വേണ്ടി NH3 തന്മാത്രയുടെ ഫ്രണ്ടിലായി നമ്മൾ 2 ചേർത്ത് കൊടുക്കുന്നു. അപ്പം നമ്മൾ നൈട്രജൻ്റെ എണ്ണം 2 ആവും, ഹൈഡ്രജൻ്റെ എണ്ണം എത്ര ആവും? 6 ആവും. 3 × 2 6 ആവും. അപ്പോൾ നമ്മുടെ അഭികാര്യങ്ങളുടെ സൈഡ് ഹൈഡ്രജൻ്റെ എണ്ണവും 6 ആക്കണം. അതിന് ഹൈഡ്രജൻ്റെ ഫ്രണ്ടിലായി ഒരു 3 ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ 3 × 2 6 ആവില്ലേ? അപ്പോൾ നമ്മുടെ അഭികാര്യങ്ങളുടെ സൈഡിലും ഹൈഡ്രജൻ്റെ എണ്ണം 6 ആയി, ഉൽപ്പന്നങ്ങളുടെ സൈഡിലും ഹൈഡ്രജൻ്റെ എണ്ണം 6 ആയി, രണ്ട് സൈഡിലും നൈട്രജൻ്റെ എണ്ണം 6 ആയി. അപ്പോൾ നമ്മുടെ ബാലൻസ്ഡ് സമീകരിച്ച് ഇക്വേഷൻ എങ്ങനെ വരും? N2+3H2 gives 2NH3. ഇനി ബി ക്വസ്റ്റ്യൻ, രണ്ട് സൈഡിലും റിയാക്റ്റൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിൽ അഭികാര്യങ്ങളിലും ഉൽപ്പന്നങ്ങളിലുള്ള ഒരേപോലത്തെ ഉള്ള ആറ്റങ്ങളുടെ എണ്ണം എടുത്ത് എഴുതാനാണ്. നൈട്രജൻ്റെ എണ്ണം എത്രയാണ്? 2, ഹൈഡ്രജൻ്റെ എണ്ണം 6. അപ്പോൾ 28 ഗ്രാം നൈട്രജനും 6 ഗ്രാമും ഹൈഡ്രജനും കൂടെ സംയോജിച്ച് കിട്ടുന്ന അമോണിയയുടെ മാസ് കണ്ടുപിടിക്കാനാണ്. അത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 28 + 6 = 34 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, C+4HNO3 gives 2H2O + CO2 + 4NO2 എന്നൊരു രാസസമവാക്യം തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ, ഈ റിയാക്ഷനിലെ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ്. ബി ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ, എന്ത് സംഭവിക്കുന്നു ഈ റിയാക്ഷനിൽ. സി കാർബൺ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ, അല്ലെങ്കിൽ ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. ബി ഇവിടുത്തെ ഓക്സിഡൈസിങ് ആൻഡ് റിഡ്യൂസിങ് ഏജൻറ്റ് ആരാന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ C+4HNO3 gives 2H2O + CO2 + 4NO2 എന്നാണ്. ഇവിടെ കാർബൺ മൂലകാവസ്ഥയിൽ എലമെൻ്റ് സ്റ്റേറ്റിലായതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇനി നമ്മുടെ HNO3യിലേക്ക് വരുമ്പോൾ ഹൈഡ്രജൻ +1, ഓക്സിജൻ -2, ഈ 4 കൺസിഡർ ചെയ്യേണ്ട. ഇനി നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയാത്തതിനാൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ നമുക്ക് നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +5 എന്ന് കിട്ടും. ഇപ്പം നമ്മൾ H2O വരുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1, ഓക്സിജൻ്റെ -2. ഇനി CO2 വരുമ്പോൾ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്, ഓക്സിജൻ്റെ -2 ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. NO2ൻ്റെയും ഇതുപോലെ തന്നെ നമ്മൾ X ഇട്ട് കൊടുത്ത് നൈട്രജൻ്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നൈട്രജൻ്റെയും +4. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാർബണ് അഭികാര്യങ്ങളുടെ സൈഡ് റിയാക്റ്റൻ സൈഡ് 0 ആയിരുന്നു. അത് ഉൽപ്പന്നങ്ങളിലേക്ക് പ്രൊഡക്റ്റിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആയി. അപ്പോൾ അതിന് ഓക്സിഡേഷൻ കാർബണിന് സംഭവിച്ചു. അതുപോലെ തന്നെ ഇവിടെ നൈട്രജന്, അപ്പം നൈട്രജനാണ് ഇവിടെ റിഡക്ഷൻ നിരോക്സീകരണം സംഭവിക്കുന്നത്. നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +5 ആണ് റിയാക്റ്റൻ സൈഡിൽ. പ്രൊഡക്റ്റ് സൈഡിൽ വന്നപ്പോഴത്തേക്ക് നൈട്രജൻ്റെ എണ്ണം +4 ആയി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് റിഡക്ഷൻ നിരോക്സീകരണം സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ഓക്സീകരണം സംഭവിച്ചത് കാർബണും റിഡക്ഷൻ നിരോക്സീകരണം സംഭവിച്ച HNO3-ക്കുമാണ്. അപ്പോൾ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? കാർബണാണ്. കാരണം ഓക്സീകരണം സംഭവിച്ച ആളാണ് എന്ത്? റെഡ്യൂസിങ് ഏജൻറ്റ്, നിരോക്സീകാരി. അപ്പോൾ HNO3-ക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓക്സീകാരി ആരാണ്? HNO3 ആണ്. അപ്പോൾ എയുടെ ആൻസർ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ കാർബണിൻ്റെ ഈ റിയാക്ഷനിൽ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? റിയാക്റ്റൻ സൈഡ് അഭികാര്യങ്ങളുടെ സൈഡിൽ 0ഉം പ്രൊഡക്റ്റ് സൈഡ് ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ +4 ആണ്. അതുപോലെ തന്നെ ഈ രാസപ്രവർത്തനത്തിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ നമ്പർ
കൂടി, 0യിൽ നിന്ന് +4ലേക്ക് കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഇനി സി ക്വസ്റ്റ്യൻ, കാർബൺ എന്താണ് സംഭവിക്കുന്നത്? ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ? ഓക്സീകരണമാണ്, ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിലെ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഓക്സികാരി നിരോക്സികാരി കാർബണും ഓക്സികാരി HNO3 ആണ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് HNO3 ആണ്. അപ്പോൾ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 4 കോമ്പൗണ്ട് സംയുക്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഓരോ കേസിലെയും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ASO2, ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ് ഓക്സിഡേഷൻ നമ്പർ. അങ്ങനെ വരുമ്പോൾ സൾഫർ നമുക്കറിയാത്തതുകൊണ്ട് X എന്ന് വിളിക്കുന്നു. അപ്പോൾ X + -2 ഇൻറ്റു ഇവിടെ 2 ഓക്സിജൻ ആണ് ഇൻറ്റു 2 = 0. അപ്പോൾ X - 4 = 0, X = +4. അപ്പോൾ SO2ലെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്. BSO3, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -2 ആണ്. നമുക്ക് സൾഫറിൻ്റെ അറിയാത്തതുകൊണ്ട് X എന്ന് വിളിക്കുന്നത്. അപ്പോൾ X + -2 ഇൻറ്റു ഓക്സിജൻ ഇവിടെ 3 എണ്ണമാണ്, 3 = 0. അപ്പോൾ X - 6 = 0 എന്ന് കിട്ടും. -6 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് S = +6 എന്ന് കിട്ടും. അപ്പോൾ SO3ലെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? +6 ആണ്. CH2SO3 സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ X എന്ന് വിളിക്കുന്നു. ഹൈഡ്രജൻ +1 ആണ്. ഓക്സിജൻ -2 ആണ് ഓക്സിഡേഷൻ നമ്പർ എന്നറിയാം. ഇവിടെ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ +1 × 2 പ്ലസ് സൾഫർ ഒന്നേ ഉള്ളൂ. അപ്പോൾ X പ്ലസ് ഓക്സിജൻ 3 എണ്ണം ഉണ്ട്. അപ്പോൾ -2 × 3 = 0. അപ്പോൾ 2 + X + -6 = 0. -6ഉം +2ഉം കൂടെ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് -4 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ X - 4 = 0, X = +4 എന്ന് കിട്ടും. അപ്പോൾ H2SO3യിലെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ എന്ന് പറയുന്നത് +4 ആണ്. DH2SO4, ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അതിനെ X എന്ന് വിളിക്കുന്നു. ഹൈഡ്രജൻ +1 ആണ്. ഓക്സിജൻ്റെ -2 ആണ് ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. ഓക്സിജൻ ഇവിടെ 4 എണ്ണമാണ്. അപ്പോൾ +1 × 2 + X + -2 × 4 എന്ന് പറയുന്നത് = 0 ആണ്. 2 + X + -8 = 0. അപ്പോൾ -8ഉം +2ഉം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് -6 എന്ന് കിട്ടും. നമ്മൾ എപ്പോഴും എന്താണ് വലിയ നമ്പറിൻ്റെ ചാർജാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് -6. അപ്പോൾ X - 6 = 0. അപ്പോൾ X = +6 എന്ന് കിട്ടും. അപ്പോൾ H2SO4ൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ S എന്ന് പറയുന്നത് +6 ആണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ X എഴുതാതെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പമാർഗം പറഞ്ഞു തരാം. ഇവിടെ ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ്. അപ്പോൾ മൊത്തത്തിൽ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ -4 എന്ന് കിട്ടും. നമ്മൾ പഠിച്ച ഒരു സംയുക്തത്തിൽ ഓക്സിഡേഷൻ നമ്പർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണം. അപ്പോൾ ഓക്സിഡേഷൻ്റെ -4 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൾഫർ എത്ര ആയിരിക്കും? +4 ആയിരിക്കും. എന്നാലും ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ +4 - 4 അപ്പോൾ എത്രയാണ്? 0 ആണ്. അതേപോലെ SO3യിൽ നമുക്ക് എത്രയാണ്? -2 ആണ് ഓക്സിഡേഷൻ നമ്പർ. 3 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? -2 × 3 -6 എന്ന് കിട്ടും. അപ്പോൾ സൾഫർ എത്ര വരണം? +6 വന്നാലല്ലേ അവിടെ 0 ആവത്തുള്ളൂ. അപ്പോൾ +6 - 6 = 0. ഇവിടെ നോക്കൂ, H2SO3യിൽ ഓക്സിജൻ -2 × 3 വരുമ്പോൾ -6 ഉണ്ട്. ഹൈഡ്രജൻ 2 + 1, അപ്പോൾ 2 ഉണ്ട്. അപ്പോൾ -6ഉം +2ഉം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? -4. ഏറ്റവും വലിയ നമ്പറിൻ്റെ ചാർജ് അല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ -4 എന്ന് കിട്ടും. അപ്പോൾ സൾഫർ എത്ര വന്നാലാണ് നമുക്ക് 0 കിട്ടുന്നത്? +4 വന്നാലാണ് നമുക്ക് 0 കിട്ടുന്നത്. അപ്പോൾ സൾഫറിൻ്റെ ചാർജ് എത്ര ആയിരിക്കും? +4. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ +4 ആയിരിക്കും അവിടുത്തെ സൾഫറിൻ്റെ. അതുപോലെ തന്നെ H2SO4ൽ ഇവിടെയും ഹൈഡ്രജൻ എത്ര? 2 എണ്ണമാണ്. അപ്പോൾ +1 ആണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ഓക്സിജൻ്റെ -2 ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് -8 എന്ന് കിട്ടും. അപ്പോൾ -8 + 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ -ആയി പോവും. അങ്ങനെ -6 എന്ന് കിട്ടും. അപ്പോൾ ഈ 2 ആറ്റങ്ങളുടെയും കൂടെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയപ്പോൾ -6 ആണ്. അപ്പോൾ സൾഫറിൻ്റെ എത്ര വന്നാലാണ് നമുക്ക് മൊത്തത്തിൽ 0 കിട്ടത്തുള്ളൂ? +6 വന്നാലേ നമുക്ക് എന്താവത്തുള്ളൂ? ഈ സംയുക്തത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടുമ്പോൾ 0 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആയിരിക്കും. അപ്പോൾ X ഇടാതെ നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം എളുപ്പത്തിൽ. 4 കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ, ശരിയാണോ, അതോ തെറ്റാണോ, ഫോൾസ് ആണോ എന്ന് എഴുതാനാണ്. ദി പ്രോസസ് ഇൻവോൾവിങ് ആൻഡ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ശരിയല്ലേ? ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ്, ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ.
ബി ദി പ്രോസസ് ഇൻവോൾവിങ് എ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ആണോ? അല്ല, ഫോൾസ്, തെറ്റാണ്. സി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റ് അണ്ടർഗോസ് റിഡക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സീകാരിയാണ് നിരോക്സീകരിക്കപ്പെടുന്നത്. ശരിയാണല്ലോ, ട്രൂ. അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റിലാണ് റിഡക്ഷൻ, നിരോക്സീകരണം സംഭവിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. ഡി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഫോൾസ്, തെറ്റാണ്. ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനാണ്, സമീകരിക്കാനാണ്. ആദ്യത്തെ SO2+O2 gives SO3. അഫികാരിങ് റിയാക്റ്റൻ സൈഡ് സൾഫർ 1, ഓക്സിജൻ 4 ആണ്. പ്രൊഡക്റ്റ് സൈഡ് ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ സൾഫർ 1, ഓക്സിജൻ 3 ആണ്. ഇവിടെ ഓക്സിജൻ്റെ എണ്ണമാണ് ഓട് ഒറ്റസംഖ്യ. അപ്പോൾ ഇത് നമുക്ക് ഇരട്ടസംഖ്യ ആക്കാൻ വേണ്ടി SO3യുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ 2 ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ സൾഫറിൻ്റെ എണ്ണം 2 ആകുന്നു, ഓക്സിജൻ്റെ എണ്ണവും 6 ആകുന്നു. 3 × 2 6. അപ്പോൾ നമ്മുടെ റിയാക്റ്റൻ അഫികാരിങ്ങളുടെ സൈഡിലും സൾഫറിൻ്റെ എണ്ണം 2 ആകാൻ വേണ്ടി SO2 ഫ്രണ്ടിലായിട്ട് 2 ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണം 6 ആകും. നമ്മുടെ സൾഫറിൻ്റെ ഓക്സിജൻ്റെ എണ്ണം രണ്ട് സൈഡിലും ഈക്വലായി. അപ്പോൾ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, സമീകരിച്ച രാസസമവാക്യം 2SO2 + O2 gives 2SO3 എന്ന് വരും. ബി H2O2 gives H2O + O2. ഇവിടെ അഫികാരിങ്ങളിൽ അല്ലെങ്കിൽ റിയാക്റ്റൻ സൈഡിൽ ഹൈഡ്രജൻ്റെ എണ്ണം 2, ഓക്സിജൻ്റെ എണ്ണം 2. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ്റെ എണ്ണം 2. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ 1 + 2 = 3 ആണ്. അപ്പോൾ 3 ചെയ്യുന്നത് ഇച്ചിരി പാടായതുകൊണ്ട് നമ്മൾ 1 എന്ന ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറിനെയാണ് നമ്മൾ ഇരട്ടസംഖ്യ ആക്കി മാറ്റുന്നത്. അതിന് H2ൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ 2 ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ എണ്ണം 4 ആയി. അപ്പോൾ ഇനി അഫികാരിങ്ങൾ റിയാക്റ്റൻ സൈഡിലും ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ എണ്ണം 4 ആവണം. അതിനായി H2O2ൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണം 2 × 2 4 ആവും, ഓക്സിജൻ്റെ എണ്ണം 4 ആകും. അപ്പോൾ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, സമീകരിച്ച രാസസമവാക്യം 2H2O2 gives 2H2O + O2. സി CH4 + O2 gives H2O + CO2. ഇവിടെ റിയാക്റ്റൻ്റ് ആൻഡ് അഫികാരികളുടെ സൈഡിൽ കാർബണിൻ്റെ എണ്ണം 1, ഹൈഡ്രജൻ്റെ എണ്ണം 4, ഓക്സിജൻ എണ്ണം 2. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ സൈഡിലും കാർബണിൻ്റെ എണ്ണം 1, ഹൈഡ്രജൻ്റെ എണ്ണം 2, ഓക്സിജൻ്റെ എണ്ണം 1 + 2 3 ആണ്. അപ്പോൾ റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ അഫികാരികളുടെ സൈഡിൽ ഹൈഡ്രജൻ്റെ എണ്ണം 4 ആയതുകൊണ്ട് പ്രൊഡക്റ്റിലും ഉൽപ്പന്നങ്ങളുടെയും അവിടെയും ഹൈഡ്രജൻ്റെ എണ്ണം എന്താവണം? 4 ആവണം. അതിനായി H2O2ൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? ഒരു 2 ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണം 4 ആവും, ഓക്സിജൻ്റെ എണ്ണത്തിന് എന്ത് സംഭവിക്കും? കൂടും, 2 + 2 ആവും. അങ്ങനെ ഓക്സിജൻ്റെ എണ്ണം പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 4 ആകും. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണം ഇവിടെ റിയാക്റ്റൻ്റ് അഫികാരികളുടെ സൈഡിൽ 4 ആകാൻ വേണ്ടി നമ്മൾ O2ൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ രണ്ട് സൈഡിലും കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെ എണ്ണം ഈക്വലായി. അപ്പോൾ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, സമീകരിച്ച രാസസമവാക്യം CH4 + 2O2 gives 2H2O + CO2. ഡി Fe + HCl gives FeCl2 + H2. ഇവിടെ റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ അഫികാരികളുടെ സൈഡിൽ Fe1, ഹൈഡ്രജൻ 1, ക്ലോറിൻ Cl1. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ Fe1, ഹൈഡ്രജൻ 2, ക്ലോറിൻ Cl 2. അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ അല്ലെങ്കിൽ അഫികാരികളുടെ സൈഡിലും ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെ എണ്ണം 2 ആവണം. അതിനായി HCl ഫ്രണ്ടിലായി നമ്മൾ 2 ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ രണ്ട് സൈഡിലും ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയി. അപ്പോൾ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, സമീകരിച്ച രാസസമവാക്യം എന്ന് പറയുന്നത് Fe + 2HCl gives FeCl2 + H2.